ഇവിടെ പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ, പിന്നീട് ഞങ്ങളുടെ ഗുരുമുത്തപ്പന്മാർ, പിന്നെ കടമുറ്റം സേവ, പിന്നെ ഉള്ളത് പാരമ്പര്യമായിട്ട് വെച്ച് ആരാധിക്കുന്ന ഉപദേവതകൾ. പ്രധാന അമ്മയാണ് ഞങ്ങളുടെ എല്ലാം. ഇത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമാണ്. എഴുത്തൂത്തത് കീഴ്ക്കാവ്, അത് മേൽക്കാവുന്നതാണ്. ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് പുലക്കാവുന്ന പേര്. അമ്മ ദാരിക നിഗ്രഹം കഴിഞ്ഞ് അമ്മ ആദ്യം വന്നത് ഞങ്ങളുടെ പൂർവികൻ്റെ അടുത്താണ്. ഇന്ന് ആ തലമുറയിൽ ജീവിച്ചിരിക്കുന്ന 1889 ആളാണ് ഞാൻ. ഇവിടെ ചടങ്ങുകളൊക്കെ ആദ്യം ഇവിടെ നടക്കും. ഇപ്പോൾ കുമ്പത്തിൽ നമ്മൾ കൊടിയേറി രാത്രി 2 മണിക്ക് ആട് വെട്ടി ഗുരുജി കൊടുത്ത് കൊടിയേറും. കാലത്ത് 8 മണിക്ക് അവിടെ കൊടിയേറുള്ളൂ. കോഴിക്കല്ല് മൂടുന്നതിനകത്ത് തള്ളയ്ക്ക് പന്തൽ വിരിക്കാൻ അറിയും. ഗുരുതി പന്തലാണ് ആ മൂടിക്കെട്ടിയത്. ആ ഗുരുതിപ്പന്തൽ നമ്മൾ തോരണങ്ങളെ കൊണ്ടും ഗുരുത്തോല കൊണ്ടൊക്കെ നമ്മൾ അലങ്കരിച്ച് ഭംഗിയാക്കിയതിന് ശേഷമാണ് അവിടെ കോഴിക്കല്ല് മൂടുള്ളൂ. കോഴിക്കല്ല് മൂടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഭരണിയുടെ തുടക്കമായി. ഉത്രട്ടാതി നാളിലാണ് ഇവിടുത്തെ ദേശഗുരുതി. കൊടുങ്ങല്ലൂർ ദേശത്തിൻ്റെ ഗുരുതിയാണ്. രാജഭരണ കാലം തൊട്ടേ ഉള്ളതാണ് ഒരു ദേശത്തിൻ്റെ ഗുരുതി. ആ ദേശഗുരുതി നടക്കുന്ന പുലക്കാവിലാണ്. ഓരോ വർഷവും നമ്മൾക്കിപ്പോൾ കഴിഞ്ഞ കൊല്ലം ചരിത്രത്തിൽ ആദ്യമായിട്ട് കഴിഞ്ഞാൽ 1 ലക്ഷം കോഴി ഉണ്ടായിരുന്നു വെട്ടാൻ. 380 ആടോളം ഉണ്ടായിരുന്നു വെട്ടാൻ. ഇന്നും ബലി നടക്കുന്നൊരു ക്ഷേത്രമാണ് പുലക്കാവ്. കാവ് തീണ്ടി നടടച്ച് കഴിഞ്ഞാൽ പിന്നെ തള്ളക്കുള്ള ഗുരുതി കാര്യങ്ങൾ ഇവിടെയാണ് നടക്കുക. 7 ദിവസം കഴിഞ്ഞിട്ടന്നാണ് അമ്മയെ അങ്ങോട്ട് നമ്മൾ ആക്കി കൊണ്ടുപോവുക. ഇന്ന് കേരളത്തിൽ മൊത്തമുള്ള നാട്ടിലെ പുലയർക്ക് ഇന്നൊരു പുലക്കാവ് എന്ന് പറയാൻ കൊടുങ്ങല്ലൂർ പുലക്കാവ് മാത്രമേ ഉള്ളൂ. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പുലപ്പാടം അല്ലെങ്കിൽ പുലക്കാവ് എന്ന് അറിയപ്പെടുന്നത്. ദേവി ദാരിക നിഗ്രഹം കഴിഞ്ഞ് അമ്മ ആദ്യം വന്നത് ഇവിടുത്തെ ഞങ്ങളുടെ പൂർവികനായിരിക്കുന്ന കോരമുത്തിൻ്റെ അടുത്താണ്. ആ പുലയ കുടുംബത്തിൽ നിന്നാണ് അമ്മ മേൽക്കാവിലേക്ക് അമ്മനെ ഇരുത്തിയിട്ടുള്ളത്. ആകെ പുലയർക്ക് പറയാൻ ആകെ ഉള്ളത് പുലക്കാവ് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ കുടുംബ ക്ഷേത്രമായിട്ട് നിൽക്കുന്നതാണ്. ഇത് നമ്മളിവിടെ നിത്യപൂജയും കാര്യങ്ങളും, അവിടെ നിത്യപൂജ ഉണ്ട്. ഇവിടെ നമ്മൾ ബാധാവേർപാടുകളും ദോഷങ്ങൾ പരിഹരിക്കലും കർമ്മങ്ങളും നടക്കുന്നൊരു സ്ഥലമാണിത്. ഇത് ഞങ്ങളുടെ വീടും ക്ഷേത്രവും കൂടി ഇരിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഉള്ളത്. മറ്റേത് നമ്മുടെ ദേശക്ഷേത്രമാണ് പുലക്കാവ്. ഇന്ന് കേരളത്തിലെ പുലയർക്ക് പറയാൻ ഒരു കാവടിയോ പുലക്കാവ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ മറ്റേ അന്യോന്യസ്ഥര കയ്യിലാണ്. ഇതും കിട്ടാൻ കുറേ നോക്കി, കിട്ടാത്തതിൻ്റെ ഒരു സുല്ല് മടങ്ങിയിരിക്കാനൊക്കെ. പിന്നീട് 10 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശനമില്ല. അത് തള്ള പറഞ്ഞിരിക്കണം, എന്നെ കാണാൻ നിങ്ങൾ അങ്ങോട്ട് വരണ്ട, നിങ്ങളുടെ സന്താന പരമ്പര ഉള്ളിടത്തോളം കാലം ഞാൻ നിങ്ങളുടെ വിളിപ്പുറത്തുണ്ടെന്നാണ്. പിന്നെ വർഷത്തിൽ ഒരിക്കലേ നമുക്ക് അതിൽ ദർശനമുള്ളൂ. ഈനത്തിൽ അശ്വതി നാളിൽ. ആ അശ്വതി നാളിലെ ദർശനം വെച്ച് കഴിഞ്ഞാൽ വലിയ തമ്പുരാനെ പോയി മുഖം കാണിക്കുകയും തമ്പുരാൻ ഒരു കൈ വെറ്റില, ഒരു 10 വഴിക്കടക്ക, ഒരു കണ്ണി പോല 1001 രൂപ വെച്ച് തമ്പുരാനെ നമ്മൾ പാദം തൊട്ട് നമസ്കരിക്കുമ്പോൾ തമ്പുരാനെ നമ്മൾക്ക് കാവിലേക്ക് പോകാനുള്ള എടുക്കാനുള്ള പട്ട്, തലപ്പാവ്, വാള്, പരിച, രാജ്യ മുദ്ര തമ്പുരാൻ തരും. ഇതൊക്കെ അണിഞ്ഞുകൊണ്ട് അശ്വതി അന്ന് രാവിലെ 7 മണിക്ക് നമ്മൾ ഇവിടെ നിന്ന് കാവിലേക്ക് പുറപ്പെടും. ആണ് ചടങ്ങ്. അത് കഴിഞ്ഞ് വന്നാലാണ് കീഴ്ക്കാവിലത്തെ പരിപാടി. കീഴ്ക്കാവിൽ നമ്മൾ ഉത്രട്ടാതിക്ക് തുടങ്ങും പരിപാടി. 4 ദിവസത്തെ പരിപാടിയാണ്. ഭരണി നേരം രാത്രിയിലേ അവസാനിക്കുള്ളൂ. അവിടെ കാവുതിൻ്റെ നടടച്ച് അവിടുത്തെ കഴിഞ്ഞു. ഇവിടെ ഭരണിനാൽ രാത്രിയിലെ കാര്യങ്ങൾ കൊടുത്ത പിന്നെ അത് കഴിഞ്ഞാൽ 7 ദിവസം നിത്യപൂജ. അമ്മയ്ക്ക് പ്രത്യേകം ഗുരുതിയും കർമ്മങ്ങളാണ്.
അത് പൂർവികര് വെച്ചാരാധിച്ചിരുന്നാണ് ചാത്തൻ. ചാത്തനെ കൊണ്ട് നമ്മളിവിടെ ആൾക്ക് നേദ്യങ്ങളും പൂജകളും മാത്രമുള്ള ആളെ കൊണ്ട് പണിയൊന്നും എടുപ്പിക്കൂല. അതൊക്കെ ഉപദേവതകളാണ്. അതെ, കുരിശ് അത് കടമുറ്റം സേവയാണ്. കടമുറ്റം എന്ന് വെച്ചാൽ കാപ്പിരി എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ കടമുറ്റം സേവ, കടമുറ്റം കത്തിനാറ് വിദ്യാഭ്യാസത്തിൽ കല്ലടിക്കോട് നിന്നാണ്. അവിടെ നിന്നും വരുമ്പോഴേക്കാണ് കടമുറ്റച്ഛൻ യക്ഷിനെ ആണി വെച്ച് കൊണ്ടുവരുന്നത്. ഒറ്റ രാത്രി കൊണ്ട് തീർത്താണ് കടമുറ്റം പള്ളി. ആ കടമുറ്റത്ത് ഉള്ളതായിട്ടുള്ള കാപ്പിരി മുത്തപ്പനെയാണ് നമ്മളിവിടെ വെച്ച് കർമ്മം ചെയ്യുന്നത്. സമാധി എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ മരിക്കുന്നതിനേക്കാൾ മുമ്പ് 3 കൊല്ലം മുമ്പ് തന്നെ ആളുടെ ഒരു സുഹൃത്തുണ്ട്, ബാലേട്ടൻ എന്ന് പറയും. ഇവിടെ 2 വീട് അപ്പുറമാണ്. അച്ഛൻ്റെ ബാല്യകാല സുഹൃത്താണ്. 2 പേരും കൂടി വരച്ചിട്ട സ്ഥലത്താണ് എന്നെ ഇവിടെ ഇന്നത് പോരാ സമാധിയായിട്ട് അടക്കം ചെയ്യുന്നുള്ളത്. മരിച്ചു കഴിഞ്ഞപ്പോൾ ആ രീതിയിലാണ് ഞങ്ങളത് അടക്കം ചെയ്തിരിക്കുന്നത്. സമാധി ബോഡി കേടുവരില്ല. ഇപ്പോൾ 35 വർഷമായി. 91 മാർച്ച് 31. അച്ഛനെ കൂടാതെ അച്ഛനൊപ്പം വേറെ അനുയായികളും ഉണ്ടായിരുന്നോ ഈ ഒരു പാരമ്പര്യ കോഴ്സിൽ ചെയ്യാൻ കൂടെ? പിന്നെ അച്ഛൻ അങ്ങനെ അങ്ങോട്ട് പോയി സഹായികളായിട്ടുണ്ടായിരുന്നത് അച്ഛന് ശിഷ്യന്മാരായിരുന്നു. അതിനകത്ത് 3 പേര് മരിച്ചുപോയി, ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. ഒക്കെ പല സ്ഥലങ്ങളിലുള്ള ശിഷ്യന്മാർ 100-300ഓളം ശിഷ്യന്മാർ അച്ഛൻ്റെ അടുത്ത് പഠിച്ചവരുണ്ട്. ഈ ഭരണി ചടങ്ങൊക്കെ വരുമ്പോൾ അവരാണ് വരിക സഹായിക്കാൻ. അവിടുത്തെ ഒരു ചൈതന്യത്തെ പറ്റിയിട്ടൊന്ന് പറയും. ക്ഷേത്രത്തിലെ ഇന്നത്തെ പരിപാടിക്ക് ചൈതന്യ സ്വരൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ കൊടിയേറി കഴിഞ്ഞാൽ നമ്മുടെ ചൈതന്യം കൂടെ ആയിരുന്നുള്ളതാണ്. കൊടിയേറിയ പിന്നെ വില്യമ്പലത്തിൽ ഗുരുതിയില്ല. പിന്നെ ഗുരുതി പുലക്കാവിലാണ് ഗുരുതി ഉള്ളത്. പിന്നീട് നട തുറപ്പിനെ അവിടെ ഗുരുതി ഉള്ളു. അതുവരെ ഗുരുതി ഇവിടെ നടക്കും. പിന്നെ ഇവിടുത്തെ ചടങ്ങുകളിൽ അമ്മ പ്രധാന സാന്നിധ്യമാണ്. ഞങ്ങളുടെ തള്ള ഞങ്ങളുടെ ഒപ്പം ഉണ്ട്. ഞങ്ങൾക്ക് നല്ല അതിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്കറിയാം. ആ രക്തം നീതിക്കുമ്പോൾ തന്നെ നമ്മൾക്കറിയാം അമ്മ ഇവിടെ ഉണ്ട്. ഇപ്പോഴും ഞങ്ങൾക്ക് വിളിപ്പുറത്തുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഒരു 5 കൊല്ലം കൊടുങ്ങൂർ ദേവപ്രശ്നം വെച്ചു. കൊടുങ്ങൂർ ക്ഷേത്രത്തിൽ നാട്ടുകാരുടെ പരാതി കൊണ്ട് ദേവപ്രശ്നം വെച്ചു. ദേവപ്രശ്നത്തിൽ പറഞ്ഞതെന്നറിയാമോ? ഭഗവതി അവിടെ ഇല്ല. അവിടെ ചെയ്യുന്ന പൂജയും കർമ്മങ്ങളും തൃപ്തിയല്ലാണ്ട് അവിടെ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അശുദ്ധി ബാധിച്ചിട്ട് ഭഗവതി ഇരിക്കുന്ന നമ്മുടെ മൂലസ്ഥാനത്താണെന്ന് ജോത്സ്യർ ദേവപ്രശ്നത്തിൽ കറക്റ്റ് പറഞ്ഞു. പണിക്കരാകുന്ന ചോദിച്ചത് ഇതിൻ്റെ ഒരു മൂലസ്ഥാനം കാണുന്നുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ദേവസ്വക്കാർക്ക് പറയാനൊരു അമാന്തം ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് അവിടെ ഇരുന്ന് ജനങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ഉണ്ട് കേട്ടോ എന്ന് പറയും. ഇവിടെ നിന്ന് ഒരു 50 മീറ്റർ കിഴക്ക് ഭാഗം ദേവിയുടെ മൂലസ്ഥാനം. അമ്മ അവിടെ ഇരിക്കണം. അവർ കൊടുക്കുന്ന പച്ചമാംസവും ചുട്ടമാംസവും മദ്യവും പറവോടിയും നീതിയും കൂട്ടി അമ്മ അവരോടൊപ്പം അവിടെ ഇരിക്കുകയാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ആവാഴ്ച ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. എവിടെ നിന്ന് വന്നില്ല. ആളൂർ ശർമ്മയാണ് പ്രശ്നം വെച്ച് തന്നു. ആളൂർ ശർമ്മ ഞങ്ങൾക്ക്, ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഞങ്ങൾ ചെയ്യുന്ന പൂജാകർമ്മങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയില്ലാണ്ട് അമ്മയ്ക്ക് കൊടുക്കുന്ന കഴിഞ്ഞാൽ അത് സ്വന്തം ഞങ്ങളുടെ തള്ളയാണ്, മുത്തിയമ്മയാണ്. അത് പൂർവികരെ ഞങ്ങൾക്ക് പഠിപ്പിച്ചെന്ന ആ മന്ത്രോച്ചാടനം കറക്റ്റായിട്ട് തന്നെ നമ്മൾ ചെയ്യുള്ളൂ. ആ വിളിച്ചാൽ ഞങ്ങളുടെ തള്ള ഞങ്ങളുടെ വിളിപ്പുറത്തുണ്ട്. താനും ഞങ്ങൾക്ക് ഒരുത്തനെയും ഭയക്കേണ്ട ആവശ്യമില്ല. തള്ളിനെ വിളിച്ചു കഴിഞ്ഞാൽ തള്ളി ഉണ്ട് ഞങ്ങളുടെ ഒപ്പം.
മന്ത്രസ്ഥാനമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെ. തന്നെ പാദവും അതെ അതെ അതെ. അപ്പൊ എത്തരത്തിലുള്ള ഉപാസനയാണ്? ഞാൻ നമ്മുടെ 3 തരത്തിലുള്ള ഉപാസന സേവ എടുത്ത ആളാണ്. അതൊന്ന് പറയാം. സേവ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പിന്നിപ്പോൾ ഈ 1-ാം തീയതി തുടങ്ങും. നമ്മൾ ഒരു ബാറ്ററി ചാർജ് ചെയ്ത് വെച്ചാൽ ആ ബാറ്ററി ചാർജ് കുറയും. നമ്മൾ കൊല്ലത്തോടൊരു കൊല്ലം കഴിയുമ്പോൾ പിന്നീട് നമ്മൾ വൃശ്ചികം 1 തൊട്ട് ഇതാണ് 10-ാം ഉദയം വരെ കൃത്യമായ ഒരു അനുഷ്ഠാന സേവയിലായിരിക്കും. രാത്രി കറക്റ്റ് 12 മണിക്ക് എനിക്ക് 3 മണി വരെയുള്ള അഘോരമായ പൂജകളിലൂടെ വീണ്ടും നമ്മളതിനെ ഇത് ചാർജ് കൂട്ടിയാണ്, വോൾട്ടേജ് കൂട്ടി വിട്ടിരിക്കുന്നത്. അതങ്ങനെ 40 ദിവസം ചെയ്യും. അത് ശാസ്ത്രീയമായിട്ടുള്ള ഗൗളാചാരം. ആചാരം 3 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. അതെ. ആദ്യത്തെ ഉപാസന ഭദ്രകാളി അമ്മയാണ്. അമ്മനത് നമ്മൾ ആദ്യം ഉപാസന എടുത്തത് അമ്മനെ കൊടുങ്കാളിയായിട്ടാണ്. വെച്ചാൽ ദാരികനെ അമ്മ അച്ഛൻ കൊടുങ്കാളി അമ്മ ദാരികനെ നിഗ്രഹിക്കാൻ നമ്മ കൊടുങ്കാളിയായിട്ട് രൂപപ്പെട്ടത്. അച്ഛൻ്റെ തൃക്കണ്ണിൽ നിന്ന് ജനിച്ചത് 4 കൈകളോടുകൂടിയാണ്. ദാരിക നിഗ്രഹത്തിനാണ് 10 കൈകളോട് അമ്മ രൂപപ്പെട്ട് കൊടുങ്കാളിയായി മാറുന്നത്. ആ കൊടുങ്കാളിലാണ് ആദ്യം നമ്മളെടുത്ത സേവയും ഉപാസനയും. 3 കൊല്ലം കൃത്യമായ ഉപാസന സേവ എടുത്ത് സേവ ഉറപ്പിച്ച ആളാണ് ഞാൻ. അത് കഴിഞ്ഞ് അമ്മയെ നമ്മൾ ചുടലഭദ്രകാളി സേവ ശ്മശാനത്തിലായിരുന്നു നമ്മളതിൻ്റെ കർമ്മങ്ങളെല്ലാം. ചുടലപ്പറമ്പിൽ അതിന് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് അഘോരമായ കർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണി രാത്രി ചുടലിൽ തന്നെയാണ് അതിൻ്റെ ഉപാസനയും സേവയും മന്ത്രങ്ങളെല്ലാം. അതിന് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ചുടല ഭസ്മമാണ് നമ്മൾ ഭസ്മമായിട്ട് ധരിക്കുക. അത് ശരിക്കും പറഞ്ഞാൽ അരയിൽ അരഞ്ഞാനച്ചിരട് പോലും പാടില്ല. അല്ലല്ല, മനുഷ്യനെ കത്തിച്ച ഭസ്മം. വേണോ? ഇപ്പൊ വേണോ? ഇവിടെ ഉണ്ട്. അത് മണ്ടോട് തലയോട്ടി ഇതെല്ലാം ഉണ്ടാവും. മൂന്നാമത് നമ്മൾ അമ്മയെ ഉപാസന എടുത്തത് ഈ 2 സേവകൾക്ക് ശേഷം മൂന്നാമത് എടുത്തത് നമ്മൾ ചൊവ്വനെയാണ്. നമ്മുടെ 9ാമത്തെ കല ചൊവ്വ. വടക്കൻ ചൊവ്വയുണ്ട്, തെക്കൻ ചൊവ്വയുണ്ട്. നമ്മൾ വടക്കൻ ചൊവ്വ സമ്പ്രദായം. സാക്ഷാൽ ഭദ്രകാളിയുടെ 9ാമത്തെ കലയാണ് ചൊവ്വ. 64 കലയാണ് ഭദ്രകാളി. 64 കലകളിൽ 9ാമത്തെ കലയാണ് ചൊവ്വ. 11ാമത്തെ കലയാണ് ചുടല ഭദ്രകാളി. 16ാമത്തെ കലയാണ് ദുർഗ. അങ്ങനെ 64 കലകളിൽ ഒരാളാണ്. രൂപം വ്യത്യാസങ്ങളും ഭാവങ്ങളും മന്ത്രങ്ങളും ചക്രങ്ങൾക്കും വ്യത്യാസം വരികയാണ്. എല്ലാത്തിനും മന്ത്രങ്ങൾക്കും വ്യത്യാസമുണ്ട്. ചിലപ്പോൾ കൊടുങ്കാലിലെ മന്ത്രം അത് 3 മന്ത്രങ്ങൾക്കും വ്യത്യാസമുണ്ട്. 3 യന്ത്രങ്ങൾ, 6 പത്മങ്ങൾ വെച്ചാൽ കളങ്ങൾ, എല്ലാത്തിനും വ്യത്യാസമുണ്ട്. അതും ഈ കളങ്ങളിടുക. അതിന് നമുക്ക് ഇത്ര തരം പൊടി ഉപയോഗിക്കാന്നുണ്ട്. കണ്ടതുമാതിരി കുറേ പൊടി ഉപയോഗിക്കാൻ പറ്റില്ല. പത്മവിധികൾക്ക് അതിൻ്റെ ഇതുകളുണ്ട്. അതേമാതിരി ഓരോ ഇതുകൾക്കും ഓരോ ദേവൻ്റെ മന്ത്രങ്ങൾക്കും അതിൻ്റെതായ യന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉത്തമന്മാർക്ക് നമ്മൾ ഇവരെ അനുഗ്രഹപ്രകാരം അവർക്ക് പൂജ ചെയ്ത് അവരെ അനുഗ്രഹപ്പെടുത്തിയതിന് ശേഷം നമ്മൾ സേവിച്ചിരിക്കുക. അവരെ അനുഭവത്തോടെ ഇരിക്കുക. ഗുരുമുത്തപ്പനുണ്ടല്ലോ, ഞങ്ങളുടെ പൂർവികൻ, അമ്മ വന്നപ്പോൾ കണ്ടാവൻ അദ്ദേഹത്തെ സാന്നിധ്യപ്പെടുത്തിയിരുന്ന് ഞങ്ങൾ പൂജയ്ക്കിരിക്കുക. ആളുടെ സമ്മതത്തോടുകൂടി വേണമല്ലോ. കാര്യങ്ങളപ്പോൾ ആരാടാൻ പാടിയിട്ടുണ്ട്. അതെ അതെ അതെ. പത്മം 16 കള്ളി പത്മമിട്ട് ഗുരു 16 നറുക്ക് വെച്ച് അതിൽ ഇളനീര് വെട്ടി വെച്ച് അവരുടെ നാട്ടിൽ വിളിച്ച് ചൊല്ലി പ്രാർത്ഥിക്കും. നമ്മുടെ കുലജാതിക്കാർ സമ്പ്രദായമുണ്ട്, അറിയോ നിങ്ങൾക്ക്? വിളിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുക. അതെന്തിനാ? നമ്മുടെ മൺമറഞ്ഞു പോയ പൂർവികരെ അവരെ വിളിച്ച് ചൊല്ലി പ്രാർത്ഥിക്കണം. ഉപാസനയിലേക്ക് പോകും. ഈ 3 ഉപാസനകളും നമുക്ക് ഒരേ സമയം ചെയ്യാൻ പറ്റില്ലല്ലോ. പല അതല്ലേ പറഞ്ഞേ ആദ്യം. അതല്ല, കൊടുങ്കാലിട്ട് നമ്മള് 3 വർഷമാണ്, 3 മണ്ഡലകാലമായിരുന്നു.
അതേമാതിരി തന്നെ ചുടലഭദ്രാളിൽ 3 മണ്ഡലമായിരുന്നു, ചൊവ്വടതും 3 മണ്ഡലമായിരുന്നു. അത് നമ്മൾ ആ സേവ ഉറച്ചതിന് ശേഷം നമ്മൾ പിന്നീട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മണ്ഡലമാസം 41 ദിവസം കൃത്യമായ വ്രതാനുഷ്ഠാനത്തോടെ കറക്റ്റ് രാത്രി 12 മണിക്ക് കുളി കഴിഞ്ഞ് വരണം. മുങ്ങിക്കുളിച്ച് ഞാൻ നമ്മുടെ കുളത്തിലാണ് പോകുക. അപ്പോൾ മുങ്ങിക്കുളിച്ച് വന്ന് ഭസ്മം വലിച്ച് ചുവന്ന വസ്ത്രം എടുത്ത് അമ്മയ്ക്ക് സേവയ്ക്കിരിക്കും. അത് 3 മണിക്ക് മുമ്പ് അവസാനിക്കും. വെടി കേൾക്കുന്നതിനേക്കാൾ മുമ്പ് അവസാനിച്ചിരിക്കണം. ഇങ്ങനെ ഉപാസനയുള്ള ഒരാൾക്ക് ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെ പ്രത്യേകതരം അനുഷ്ഠാനങ്ങളുണ്ടോ ജീവിതത്തിൽ? അതെന്താണ്? നമ്മളിവിടെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വ്രതാനുഷ്ഠാനത്തോടും കർശനമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ പോവുക. നമ്മൾ കിടക്കുന്ന പറഞ്ഞതൊക്കെ പൂജാ റൂമിൽ തന്നെ. 3 മണിക്ക് ശേഷം കിടക്കുള്ളൂ കേട്ടോ. രാത്രി രാവിലോട് കേൾക്കുമ്പോൾ പായിട്ട് കിടക്കുള്ളൂ. 5 മണിക്ക് എനിക്കുകയും ചെയ്യും. പകലുറങ്ങിയില്ല. ആ കുട്ടിക്കാലത്ത് പ്രശ്നമില്ല. ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് വെച്ച് ഉണ്ടാക്കി കഴിക്കുന്നതാണ്. അത് ശുദ്ധമായ വെജാണ്, വെജിറ്റേറിയനാണ്. അതിപ്പോൾ നമ്മളങ്ങനെ ഇന്നൊന്നുമില്ല. 2 കൊള്ളിക്കിഴങ്ങ് പൊഴിഞ്ഞതായാലും അല്ലെങ്കിൽ കഞ്ഞി വെച്ചതായാലും അങ്ങനെ ചെയ്യാമെന്നു. നമുക്ക് വലിയ ആഡംബരങ്ങളൊന്നുമില്ല. ലളിതമായ രീതിയിൽ കാര്യങ്ങൾ മുന്നിട്ട് പാരമ്പര്യത്തിലല്ലാതെ മറ്റുള്ള ആളുകൾക്ക് പഠിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പം എൻ്റെ കീഴിൽ തന്നെ ഒരു 22 പേരോളം പഠിച്ചവരുണ്ട്. ഇപ്പോൾ മറ്റൊന്ന് 4-5 പേര് പുതിയ പഠിക്കാനായിട്ട് മണ്ഡലകാലത്തിലാണ് നമ്മൾ മന്ത്രോപദേശം പഠിക്കാൻ വരാനുള്ളതുണ്ട്. 2 പേര് പാലക്കാട് ജില്ലയിൽ നിന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ ഒരാൾ പാലക്കാട് കൊല്ലംകോടും, ഒരാൾ പാലക്കാട് തത്തമംഗലത്തും, ഒരാൾ നമ്മുടെ പാലക്കാട് കൊടുവായിരുന്നു പഠിക്കാനായിട്ട്. പിന്നെ 2 പേര് ചെങ്ങന്നൂരിൽ നിന്നുണ്ട്. അവർക്ക് ആദ്യം നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുരുനാഥന് ഉള്ള പേരിൽ അവർക്ക് ആരെയാണ് സേവ് എടുക്കേണ്ടത് ഈ വന്നിരിക്കുന്നത്. എല്ലാവരും അമ്മയ്ക്ക് സേവ് എടുക്കണം എന്നുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത്. അതെ. അപ്പോൾ നമ്മൾ അമ്മയുടെ മൂലമന്ത്രം അവർ ഇപ്പോൾ ഒരാൾ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ചെങ്ങന്നൂരിൽ വന്നിരിക്കുന്ന ആൾ 3 വർഷമായി ദേവിക്ക് പ്രാർത്ഥിക്കുകയും ആരെയും ചെയ്യുന്നു. ആൾക്ക് കോമരാവാൻ പറ്റുന്നില്ല, തുള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് കുടുംബക്ഷേത്രമുണ്ട്. കുടുംബക്ഷേത്രത്തിലും തുള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ പോയി നോക്കിച്ചപ്പോൾ പറഞ്ഞു ഭഗവതി ശരീരത്തിൽ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നതനുസരിച്ചാണ് ആൾ വന്നിരിക്കുന്നത്. അവർ വൃശ്ചിക 1-ാം തീയതി വായു അതിന് വേണ്ടത് കാര്യങ്ങൾ തരാം. അടുത്ത് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങിൽ താങ്കൾ ശരിക്കും പറ്റി തുള്ളിക്കോളും. എൻ്റെ പെങ്ങളെ ഇവിടെ ചില ആൾക്കാർ നേരം കൊടുത്ത് വൈകുന്നേരം വരെ തുള്ളാറുണ്ട്. ശരിക്കും ഭഗവതി അല്ലെങ്കിൽ ഒരു ശക്തി നമ്മുടെ ശരീരത്തിൽ 20 മിനിറ്റ് കൂടുതൽ നിൽക്കില്ല. ബാക്കി കാണിക്കുന്ന അഭ്യാസമാണ്. ബെർലിയിൽ നിന്നാണ് കയറുക. ബെർലിയിൽ നിന്ന് ഒരു മരം ഇപ്പൊ നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങോട്ട് വരും. അതെ. പിന്നെ നമുക്കൊന്നും അറിയില്ല, നമ്മളല്ല. ചിലര് അതെ. യാഥാർത്ഥ്യമാണത്. ഞാനിപ്പോ ഇവിടെ നോട്ടുണ്ട്. നമ്മൾ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അങ്ങോട്ടുണ്ട് ഒരാഴ്ച തന്നെ 10,000 ഷാർത്ത് തന്നെ എൻ്റെ അടുത്ത് വരും. ചില ജ്യോത്സ്യന്മാർക്ക് తెలిയാത്ത കാര്യങ്ങൾ നമ്മളിവിടെ ഒരാളെ കൊണ്ട് മുൻകൂട്ടി ഇപ്പോൾ പെങ്ങളുടെ വിവരം ആകെ മേടിക്കാൻ പേരുന്ന ആൾ മാത്രമേ മേടിക്കുള്ളൂ. ബാക്കി നമുക്കത് പറയാനുള്ള കഴിവുണ്ട്. ഞാൻ കരണീഷ് ഉപാസന എടുത്ത ആളാണ്. കരണീഷ് ഉപാസന എടുത്ത ആളാണ്. കരണീഷ് ഉപാസന നമ്മൾ മൊബൈലിൽ പറയും മാതിരി നമ്മൾ ഉപാസന എടുത്തിരിക്കുന്ന കരണീഷി എന്ന് പറയുന്ന ആ വന്നിരിക്കുന്ന ആളുടെ വിഷയം എന്നാണ് ഇന്ന കാര്യങ്ങൾ നമ്മോട് വെച്ചത്. അതുകൊണ്ട് ഞാൻ ഇതിൽ പറഞ്ഞോളൂ, നിങ്ങളുടെ ഒരു വിഷയം എനിക്കറിയേണ്ടത് നിങ്ങളുടെ പേരുന്ന ആളും വയസ്സും വീട്ടും വരും. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ ശേഷം ചോദിക്കും പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റായിട്ടോ അല്ലെങ്കിൽ ഇതും പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലൊരു അങ്ങനത്തെ പോലെ ഉണ്ടായ മാതിരിയാണ് ഞങ്ങളുടെ ചരിത്രം പറഞ്ഞതെന്ന് പറയും. അത് നമ്മുടെ കഴിവല്ല. ഏറ്റവും കൂടുതൽ
തൃപ്തിയായിട്ടുള്ള ഉപാസന ഏതാണ്? എനിക്ക് ഈ മൂന്നും എൻ്റെ തൃപ്തിയിലുള്ളതാണ്. പക്ഷെ അതിനകത്ത് ഏറ്റവും പ്രധാനം അമ്മ എന്നൊക്കെ. അമ്മ ഈ സമയം നമ്മളോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മൂന്നാമത്തെ ഭാഗത്തിരിക്കുന്ന അമ്മ കൊടുങ്കാളിയായിട്ട്. കൊടുങ്കാളി. അത് നമ്മൾ ഏത് ഊണിലും മുറുക്കത്തിലും അവിടെ എൻ്റെ അമ്മയും എൻ്റെ തള്ളേ നമ്മളവിടെ സാന്നിധ്യമുണ്ടാവും. ഈ കൊടുങ്കാളിയും ചുടലഭദ്രകാളിയും ഇതൊക്കെ കർണകി കർണകി ഇതൊക്കെ ഒന്ന് തന്നെയാണോ? കണ്ണകി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പം അങ്ങക്കറിയും. കണ്ണകി ആരാ? ഭഗവതിയുടെ അംശമാണ്. കണ്ണകി എന്ന് വെച്ചാൽ കണ്ണകി പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നതാണ് നമ്മുടെ തെക്കേ വശ ക്ഷേത്രം. തെക്കേ വശം കുറുമ്പമ്മക്കാവ് അവിടെ കുറുമ്പമ്മ അവിടെ റോട്ടിൽ അങ്ങോട്ട് ഒരു കൊല്ലം അതിൻ്റെ കഴുത്തൊരുത്തം തല്ലി ഉടച്ചളഞ്ഞ വിവാദമായ ഇതൊക്കെ ഉണ്ടായിരുന്നില്ലേ കൊടുങ്ങൂർ ക്ഷേത്രത്തിൽ കയറി വിഗ്രഹത്തിൻ്റെ തല വെട്ടിക്കളഞ്ഞു. അത് മധുര രാജ്യത്ത് പോയിട്ട് തിരിച്ചു വരുന്ന അമ്മനെ ഈ തമിഴരാണ് കണ്ണകി എന്ന് പേരിട്ടത്. കണ്ണകി ഉറപ്പഴിയാത്ത കന്യക. അമ്മനെ താലി കെട്ടിയിട്ടില്ലല്ലോ, കല്യാണിച്ചല്ലേ കഴിഞ്ഞുള്ളൂ. വിവാഹം കോകിലുമായിട്ട് വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, താലി കെട്ടിയിട്ടില്ല. അങ്ങനെ കോകിലിന് വലിയൊരു കഷ്ടവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അമ്മയുടെ വലത്തുകാലിൽ ചിലമ്പെടുത്ത് കൊടുത്താണ് കൊണ്ടുപോയി വിറ്റ് കടം തീർക്കാൻ പറഞ്ഞിട്ട്. അതിന് പോയപ്പോഴാണല്ലോ മധുരയിൽ പാണ്ഡ്യരാജാക്കന്മാർ പിടിച്ചത്. അങ്ങനെയാണല്ലോ വധിക്കുന്നത്. അവിടെ പോയി മധുര രാജ്യം ചാമ്പലാക്കി മധുര വംശം തന്നെ നശിപ്പിച്ചാൽ തിരിച്ചു വരുന്ന അമ്മയാണ് കണ്ണകിയാവുന്നത്. തമിഴിൽ കണ്ണകി എന്ന് പേരിടാൻ കാരണം കറപ്പഴിയാത്ത കന്യക. അമ്മ കന്യകയാണ്, അവൻ കണ്ണകി. ആ കണ്ണകിയെ ചേരൻ ചെങ്കോട്ടവൻ ആണ് അവിടെ കുറുമ്പക്കാവ് പോണത്, അവിടെ പ്രതിഷ്ഠ നടത്തിയത്. ആ വിഗ്രഹം കളവ് പോയി. ഇത് മൂന്നാമത്തെ വിഗ്രഹമാണ് ഇപ്പം ഇരിക്കുന്നത്. കൃഷ്ണശിലയിലായിരുന്നു ചേരൻ ചെങ്കോട്ടവൻ പ്രതിഷ്ഠ നടത്തിയ വിഗ്രഹം. അത് വിദേശത്തെ എവിടെ ഏതെങ്കിലും മ്യൂസിയത്തിൽ ഇരിക്കാനുണ്ടാവും. അത് കേട്ട ആൾക്കാർ പോയി. രണ്ടാമത്തെ വിഗ്രഹത്തിന്റെ കഴുത്ത് വെട്ടി. ഇപ്പൊ മൂന്നാമത്തെ തരം വെച്ചിട്ടുണ്ട്. അല്ലല്ല, നമ്മുടെ ശില. മൂന്നും ശില തന്നെയായിരുന്നു. അമ്മ എടുക്കുന്നത് എന്താണ്? ചെമ്പട്ട് വാരി വലിച്ചെന്ന് കൊടുക്കുന്ന അമ്മ. ചുമപ്പാണ് നമ്മുടെ വസ്ത്രം. അമ്മ രക്തം കാണുന്നതിനേക്കാളും അമ്മ കൊടുത്ത ചുമന്ന വസ്ത്രമല്ലേ? അച്ഛൻ കൊടുത്ത ആയുധല്ലേ തിരുവായുധം ധാരിക്കണമെന്ന് വിഗ്രഹിക്കാൻ പള്ളിവാള്. ചെമ്പട്ട് വാരി എടുത്തിട്ടാണല്ലോ അമ്മ വിഗ്രഹത്തിന് ഇറങ്ങുന്നത്. ചുമന്ന കച്ചയാണല്ലോ അമ്മ കൊടുക്കുന്നത്. അങ്ങനൊരു സങ്കല്പമായിട്ട് ചുമപ്പ് കൊടുക്കുന്നു. ദാരികൻ ആരാണെന്ന് അറിയില്ലേ? ദാരികൻ ഈ കേരളത്തിൽ തന്നെയാണ് ദാരികന്റെ കോട്ട ഉണ്ടായതും. ദാരികനെ വധിച്ചതും കേരളത്തിൽ വെച്ചാണ്. മാടാഴിന്ന് കേട്ടിട്ടുണ്ടോ? മാടാഴിക്കാവ്. ആഴി എന്താ? ആഴി എന്ന് പറഞ്ഞ സമുദ്രം, കടല്. അവിടെ വെച്ചാൽ ദാരികൻ അനുഗ്രഹിക്കും. തലശ്ശേരിയിൽ നിന്ന് 18 കിലോമീറ്റർ പോയാൽ ദാരികൻ കോട്ടയുണ്ടായിരുന്നു. കേരളത്തിലാണ് ദാരികൻ കോട്ടയുണ്ടായിരുന്നത്. അവിടെ വെച്ചാണ് അമ്മ ദാരികൻ അനുഗ്രഹിക്കുന്നത്. ദാരികൻ തപം ചെയ്ത് എല്ലാ അനുഗ്രഹങ്ങളും ബ്രഹ്മാവിൽ നിന്നും വാങ്ങി എന്നെ ഭൂമിയിൽ ആരാൾ കൊണ്ടും വധിക്കാൻ പറ്റരുത്. അങ്ങനെ എന്നെ വധിക്കുകയാണെങ്കിൽ നല്ല എല്ലാം തികഞ്ഞൊരു സ്ത്രീ ആയിരിക്കണം. അത് ദാരികനായി ചോദിക്കുമ്പോൾ ദാരികൻ അങ്ങനെ സ്ത്രീ ഭൂമിയിലില്ലാതെ ദാരികൻ അറിയാം. ദാരികന് വരം ചോദിക്കുന്ന സമയത്ത് അങ്ങനെ സ്ത്രീ ഭൂമിയിലില്ല. ബ്രഹ്മാവ് എല്ലാ വരങ്ങളും കൊടുത്തു. പിന്നെ ദാരികൻ താണ്ഡവായി ദേവലോകവും ഭൂമിലോകവും സന്യാസിമാരെയൊക്കെ ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാ ദേവന്മാരും കൂടി സാക്ഷാൽ പരമശിവൻ്റെ അടുത്ത് ഭഗവാനോട് പറഞ്ഞു. ഭഗവാൻ ഉടനടി തന്നെ ഉഗ്രകോപത്തിൽ ശിവതാണ്ഡവാടി ഭഗവാന്റെ തൃക്കണ്ണിൽ നമ്മ ജനിക്കണം 4 കൈകളോടുകൂടി അച്ഛനോട് ചോദിച്ചു. ഭൂമിയിൽ ദാരികൻ എന്ന അസുരനുണ്ട്, അവനെ നിഗ്രഹിച്ച് അവൻ്റെ തല എനിക്ക് കാഴ്ച വെക്കണം, അച്ഛന് കാഴ്ച വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മോളോട് പറയുകയാണ്, നിനക്കുള്ള ആയുധം ഉണ്ട്. ആയുധത്തിന് കാവലി കിടക്കുന്ന വേതാളമാണ്. വേതാളം പിശാചിനെ കണ്ടു വിഴുങ്ങണ സാധനമാണ് വേതാളം. കാല് രണ്ടും കടലിലും വായ്ക്കോടലിൽ കരയിലാണ്. പക്ഷെ നിന്നാൽ ആകാശം മുട്ടുന്നു. അങ്ങനെ അമ്മ പോയി പള്ളിവാളെടുത്ത്
വേതാള ചുമലേറിയാണ് ദാരികനെ നിഗ്രഹിക്കാൻ പോണത്. ഓം ശിവന്റെ മൂന്നാം തൃക്കണ്ണിലും ജനിച്ച കാളി അഴകോട് പട്ടുടുത്ത് പൂഞ്ചോരക്കാവിൽ ചെന്ന അമ്മയും അമ്മയുടെ ഭൂതഗണങ്ങളും കൂടി കടലരികെ കളിച്ചു വരുമ്പോൾ ഒന്ന് കുത്തിക്കൊല്ലും നായാടിമാരെ കണ്ട് നല്ല വേതാളനച്ഛൻ ചുമലേറി ദാരിക കോട്ടയ്ക്ക് പുറപ്പെടണമ്മ. അവിടെ ചെന്ന് ദാരികനെ വിളിക്കുന്നു. ദാരിക വീരാ പോരിനോടാണ്. ദാരികൻ ആണ് തൊണ്ടയിൽ മൊഴിയില്ലാത്ത സ്ത്രീകൾ മറ്റേ ചണ്ടയ്ക്ക് നിൽക്കൂല, പ്രശ്നത്തിന് നിൽക്കൂല. സ്ത്രീകൾക്ക് തൊണ്ടയിൽ മൊഴിയുണ്ടോ? ഇല്ല. അങ്ങനെ തൊണ്ടയിൽ മൊഴിയില്ല. സ്ത്രീയല്ലേ, പെണ്ണടി യുദ്ധത്തിനാണ്. അപ്പം അമ്മ വെല്ലുവിളിക്കണം. അങ്ങനെ ദാരികനുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയപ്പോൾ ദാരികൻ കിട്ടിയ വരം കിട്ടിയ ഗ്രന്ഥക്കെട്ടില്ലെന്നും ദാരികൻ കോട്ട വിട്ട് പുറത്തു വന്നാൽ ദാരികൻ്റെ ഭാര്യ പാരായണം ചെയ്തുകൊണ്ട് ദാരികൻ ഡബിൾ ശക്തിയാണ്. ഭാര്യനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആദ്യ യുദ്ധത്തിൽ അമ്മ പരാജയപ്പെട്ടു. അച്ഛൻ അമ്മയ്ക്ക് ഇത് കാണിച്ചു എന്നതാണ് പറയുന്നത്. അമ്മ ഉടനടിയെ വേഷം മാറി ഒരു പാവപ്പെട്ട ദരിദ്രയായ ബ്രാഹ്മണ സ്ത്രീയുടെ വേഷത്തിൽ അവിടെ ചെന്ന് ദാരികൻ്റെ കോട്ടയിൽ ചെന്നു. അമ്മയെ അന്നാഹാരം കഴിച്ചിട്ട് ദിവസങ്ങളായി. ഇതിൽ വെള്ളം എടുത്ത് അങ്ങനെ അവിടെ നിന്ന് നല്ല വിശ്വാസമായ ഒരു തോഴിയായി മാറി. എല്ലാം കഴിഞ്ഞ് അതൊക്കെ ഗ്രന്ഥക്കെട്ടും കഴിക്കലാക്കി അമ്മ പോകുന്നു. പിന്നീട് ദാരികനായിട്ട് രണ്ടാമത്തെ യുദ്ധം നടക്കുന്നു. ആ യുദ്ധത്തിൽ നമ്മുടെ മുടി കൊണ്ട് സൂര്യനെ മറിച്ച് ഭൂമി ഇരുട്ടാക്കി. ദാരിക നിഗ്രഹം കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം ഭരണിയായിട്ട് നമ്മൾ ആചരിക്കുന്നത്. മനസ്സിലായോ? മീനമാസത്തിൽ അശ്വതി നാളിൽ ദാരികനെ നിഗ്രഹിക്കാൻ അമ്മ സൂര്യനെ നമ്മുടെ മുടി കൊണ്ട് അങ്ങോട്ട് മറിച്ച് ഭൂമി ഇരുട്ടാക്കി വെട്ടി. അപ്പോൾ ദാരികൻ പറഞ്ഞത് എൻ്റെ ഒരു തുള്ളി രക്തം ഭൂമിയിൽ വീണാൽ 1008 ദാരികന്മാർ വീണ്ടും ജനിക്കും. അമ്മ സേവിച്ചു. അങ്ങനെ അമ്മ ദാരികന്മാരുടെ യുദ്ധം കഴിഞ്ഞ് അട്ടഹസിച്ചാൽ ഭൂതഗണങ്ങളോടുകൂടി ദേവലോകത്തേക്ക് അച്ഛനെ കാഴ്ച വെക്കണ്ടേ. വരുന്ന വഴിക്ക് ഭൂമി ലോകവും ദേവലോകവും പിറക്കിയ നമ്മുടെ കോവടങ്ങിയിട്ടില്ലേ. ആനകൾ ആടുകൾ വെട്ടി അമ്മയ്ക്ക് രക്തം കൊടുക്കണേ. ദാഹം ശമിക്കണില്ല. നമുക്കിപ്പോൾ ഒരു രക്ഷയില്ല. കൈലാസം വരെ വിറക്കിയാണ്. ഭഗവാൻ ഉടനടി എൻ്റെ കൈക്കുഞ്ഞായിട്ട് വഴി കിടന്നു. കാലെടുത്ത് വെച്ചതിന് രൂപം മാറി. അച്ഛൻ നോക്കിയപ്പോൾ അച്ഛനെ നമ്മൾ ചവിട്ടുമോ? അമ്മ തണുത്ത്. ആ ഗോവ അടക്കാൻ അച്ഛനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, വേറെ ആളെ കൊണ്ടും പറ്റില്ലേ. അങ്ങനെയാണ് അമ്മ ആ നിഗ്രഹം കഴിഞ്ഞ് നേരെ വരുന്ന കൊടുങ്ങല്ലൂർക്ക്. ഭരണിയുമായിട്ട് ബന്ധപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണിയുടെ നാട്ടിൽ തുടക്കവും അവസാനവും പുലക്കാവിലാണ്. ഈ ഭരണിക്ക് വരുന്ന അത്രയും കോമരങ്ങൾ കീഴ്ക്കാവ് ചവിട്ടിയിട്ട് മേൽക്കാവ് ചവിട്ടുള്ളൂ. ഇവിടെ വാളെടുത്താൽ അമ്മയ്ക്ക് രക്തം കാണണം. പക്ഷേ ദാരിക നിഗ്രഹം കഴിഞ്ഞ് വന്ന ഉഗ്രകോപത്തിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കളമാണ്. ആ കളത്തിലാണ് ഗുരുതി കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മീനമാസത്തിൽ ഉത്തരട്ടാതി നക്ഷത്രത്തിലാണ് ദേശഗുരുതി. പിറ്റേ ദിവസം രേവതി, അതിൻ്റെ പിറ്റേ ദിവസം അശ്വതി, അതിൻ്റെ പിറ്റേ ദിവസം ഭരണി. ഈ രേവതി അന്ന് രാവിലെ നമ്മൾ അറിയപ്പെടുന്ന അമ്മ അന്നത്തെ ഞങ്ങളുടെ പൂർവികരെ വിളിച്ച വിളിയാണ് വള്ളവനെ. ആ നാമത്തിലാണ് നമ്മൾ അറിയുന്നത്. നമ്മൾ രേവതി അന്ന് 11 മണിക്ക് പോയി തമ്പുരാനെ മുഖം കാണിക്കണം. പണ്ടത്തെ ആചാരമാണത്. പണ്ട് നമ്മൾ പോകുമ്പോൾ ഒരു വെറ്റില 10 പഴുക്കടക്ക ഒരു കന്നി പുകല 1001 പൊൻപണമായിരുന്നു. ഇന്ന് നമ്മൾ 1001 രൂപയാണ് ഇത് വെച്ച് തമ്പുരാനെ നമ്മൾ നമസ്കരിച്ച് കഴിയുമ്പോൾ തമ്പുരാൻ വള്ളവനെ കാവിലേക്ക് വാൾ കൊടുക്കാനുള്ള പട്ട്, വാള്, പരിച, രാജീയമുദ്ര, തലപ്പാവ് ഇതെല്ലാം തമ്പുരാൻ. ഇതെല്ലാം അണിഞ്ഞുകൊണ്ട് അശ്വതിരന്ന് രാവിലെ 7 മണിക്ക് വള്ളവൻ കാവിലേക്ക് എഴുന്നള്ളാന്ന് പറയും. കോമരങ്ങളിലാകുമ്പോഴോടുകൂടി കച്ചവള്ളിക്കാരാകുമ്പോഴോടുകൂടി കൊട്ടുപാചത്തോടെ വള്ളം കാവിലേക്ക് എഴുന്നള്ളും. ക്ഷേത്രം പ്രദക്ഷിണം വെച്ച് പടിഞ്ഞാറ് വാതിലിൽ കൂടി അമ്മനെ അവിടെ ദർശനം നടത്തിയിരുന്ന വള്ളം തിരിച്ചു കൊണ്ടുവരും. ആ തിരിച്ചു വന്നതാണ് വള്ളം തട്ടുമ്പോൾ കയറിയിരിക്കുക. ഒന്നൊരാൾ പൊക്കത്തിലുള്ള തട്ടുമിരുന്നിട്ടാണ് ആ വരുന്ന കോമരങ്ങളുടെ മുറിപ്പാടിൽ തിരുമഞ്ഞൾ വെച്ച് കൊടുക്കുക. മുറി കൂട്ടുക എന്ന് പറയും. ജാതി മനുഷ്യൻ തിരിച്ചാണ്. ഈ കാണുന്ന ഈ ബിൽഡിങ്ങും വലിയ ഫ്ലാറ്റും ഇവിടെ നശിച്ചു പോകും. മണ്ണോട് മണ്ണായി പോകും. നശിക്കാത്തൊരു വസ്തു ഭൂമിയിലുണ്ട്. എന്നിട്ടാന്ന് പറയും നമ്മളെല്ലാവരും മണ്ണ് തിന്നും. എന്നാൽ നശിക്കാത്തൊരു വസ്തു നമ്മളെ തിന്നുന്ന ഈ മണ്ണിന് നാശമില്ല. അറിയൂ? ഉണ്ടോ? മണ്ണ് നശിക്കുന്നുണ്ടോ? ഈ മണ്ണിനൊരു ആസറ്റ് പറയുള്ളതിൻ്റെ പേരിൽ എത്ര വലിയ പടുകൂറ്റം ബിൽഡിങ്ങുകൾ എല്ലാ സാധനവും മണ്ണിൽ ലയിച്ചു പോകുന്നത്. പറയാം നമ്മളടക്കം ലയിച്ചു പോകുന്നത്. എന്നാൽ മണ്ണിൽ ലയിക്കുന്നുണ്ടോ? ഇല്ല. ഒരു ജാതി ഉണ്ടാക്കിയത് മനുഷ്യരും ദൈവത്തിന് ജാതി ഉണ്ടാക്കിയിട്ടില്ല. നമ്മളെല്ലാവരും വിളിക്കുന്ന ഒരാളെ തന്നെയാണ് അല്ലേ? ഇപ്പോൾ മുസ്ലിങ്ങളല്ല ആരെയാണ് വിളിക്കണത്? സാക്ഷാൽ പരമശിവനാണ് അല്ലേ? യേശു.
എല്ലാം ആദ്യ ദൈവം ആരാണ്? ശിവനാണ് അല്ലേ? ഈ ശിവന് പൂണൂലുണ്ടായിരുന്നില്ല. ശങ്കരാചാര്യയുടെ വരവോടുകൂടി ശിവനും ഗണപതിക്ക് എല്ലാവർക്കും പൂണൂലാക്കി. ഈ ബ്രാഹ്മണരുടെ കുലദൈവം ആരാ? മഹാവിഷ്ണുവാണ്. അവർക്ക് പിന്നെ കാളിനെയും ശിവനെയും ഒക്കെ എവിടെ നിന്ന് കിട്ടി? ചണ്ടാളനായി നടക്കുന്ന ശിവനൊക്കെ എവിടെ നിന്ന് കിട്ടി? കള്ളും കുടിച്ച് ഇറച്ചിയും നിന്ന് പരിശീലിക്കടയിൽ മൊത്തം എന്താ ചെയ്യണം? അതെ, പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഭാവങ്ങൾക്കും രൂപങ്ങൾക്കും അതിനാ നമ്മൾ നോക്കണ്ടേ ദൈവങ്ങളെ. ബ്രാഹ്മണരുടെ കുലദൈവമാണല്ലോ. പോട്ടെ. ശബരിമല അവരെ കുലദേവതാരം മധുര മീനാക്ഷിയാണ്. പന്തള രാജകുടുംബത്തിൻ്റെ പരദേവത മധുര മീനാക്ഷിയാണ്. പിന്നെ അവർക്ക് ഞാൻ അയ്യപ്പനെ കിട്ടി. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ മനകളും ഓരോന്ന് പിടിച്ചു വെച്ചിട്ട് ഇത് ഞങ്ങൾ മാത്രമാണ്, ഇത് ഞങ്ങളെ നിങ്ങൾ തൊഴുതാരെ കാര്യം നടക്കണം. കള്ള പന്നികൾ ജീവിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ. ഓരോരുത്തരും ഓരോ ചൂഷണങ്ങളിലൂടെ പോകുന്നു. ബ്രാഹ്മണർ അറിയാമോ? ശരിക്കും ബ്രാഹ്മണർ ഇവിടുത്തെ വരവോടുകൂടിയാണ് ഇവിടെ എല്ലാവരും അടിമകളായി മാറിയത്. അതുകൊണ്ടാണല്ലോ ആ വേടനെ തല്ലിക്കൊല്ലാൻ നടക്കുന്നത് ഇവര് അല്ലേ? എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, നമ്മൾ നല്ല ഫ്രണ്ട്ഷിപ്പാണ്. ആ പറയുന്നത് 100% കാര്യങ്ങളുണ്ട് അല്ലേ? അങ്ങനെയല്ലേ? എവിടെയും ജാതി ഒരു വിഷയമല്ലേ, നിറം ഒരു വിഷയമല്ലേ, കുലം ഒരു വിഷയമല്ലേ? ആദ്യം ചോദിക്കും ഏത് ജാതിയാണല്ലേ. ഒരു നമുക്ക് ജോലി എടുത്തെങ്കിൽ സർട്ടിഫിക്കറ്റ് എഴുതേണ്ടത് ഇന്ന ജാതിയിൽ എഴുതണ്ടേ? അങ്ങനെ വേണ്ടേ? എന്നാലേ ജോലി കിട്ടുള്ളൂ. അതൊക്കെ ഓരോരുത്തരും ഇവിടെ ഏറ്റവും വലിയ പ്രസ്ഥാനമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അല്ലേ? കുട്ടംകുളം സമരത്തെ പറ്റി അറിയും? കേട്ടിട്ടുണ്ടോ? കുട്ടംകുളം സമരം ഇരിഞ്ഞാലക്കുടയാണ് കുട്ടംകുളം സമരം അല്ലേ? ആ കുട്ടംകുളം കുളത്തിൻ്റെ വീതികളിലൂടെ താന്ന ആൾക്കാർ നടന്നു പോകുമ്പോൾ അന്നത്തെ മേലാളന്മാർ, അന്നത്തെ പ്രമാണിമാർ നമ്മുടെ അമ്മപെങ്ങാന്മാരുടെ ശരീരത്തിൽ മുറുക്കിത്തുപ്പുമായിരുന്നു. ഒരു കാലം ഉണ്ടായിരുന്നു. കൂടൽ മാണിക്യമ്പലത്തിൻ്റെ പരിസരത്ത് കൂടി പോയാൽ ചാട്ടവാറിന് അടിയിട്ടുമായിരുന്നു ഇല്ലേ? അതിൽ നിന്നെല്ലാം മോചിതനാക്കി എന്തറാ എന്ന് ചോദിച്ചാൽ എതറാന്ന് ചോദിക്കാനൊരു ശബ്ദമുണർത്തിയ പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ഇവിടെ കോൺഗ്രസ് ഭരിച്ച് കണ്ട കാലം, പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ചീത്തയായി, സ്വന്തം പോക്കറ്റിൽ നിന്ന് വീർപ്പിക്കുന്ന പ്രസ്ഥാനമായി മാറി. എൻ്റെ അച്ഛൻ പാർട്ടി മെമ്പറായിരുന്നു, മാർക്സിസ്റ്റ് മെമ്പറായിരുന്നു എൻ്റെ അച്ഛൻ. പക്ഷെ ഞാനൊരു രാഷ്ട്രീയത്തിലില്ല കേട്ടോ. ഞാനൊരു പാർട്ടി കൂടി പിടിക്കുക, ഞാൻ ആർക്കും വോട്ടും ചെയ്യാറില്ല. അതിങ്ങനെ ചിന്തിക്കുക. നമ്മുടെ നാട്ടിൽ മോഷ്ടാക്കളുണ്ട്, കള്ളന്മാരുണ്ടല്ലേ? അവർ എല്ലാ അമ്പലങ്ങളിലെ കടകൾ കുത്തിപ്പൊളിച്ച് അവരെ പോലീസ് പിടിച്ചുകൊണ്ട് വരും. ഏറ്റവും വലിയ കള്ളന്മാരെയാണ് നമ്മൾ ഈ തിരഞ്ഞെടുക്കുന്നത്. ഇവരെ കൊണ്ട് വലിയ ഉപകാരമായിരിക്കുന്നുണ്ട്, ഒരാൾക്ക് ഉപകാരം. അവരുടെ തലമുറകളും അവരുടെ 6 തലമുറക്കുള്ളത് ഉണ്ടാക്കണം അവർക്ക്. അതല്ലേ? അത് മനുഷ്യന് വല്ല ഗുണമുണ്ടോ? മാറി മാറി വരെ സർക്കാർ വരും, മാറി മാറി വരെ പ്രസ്താവനകൾ കൊണ്ടുവരും, മാറി മാറി വരെ നിയമങ്ങൾ കൊണ്ടുവരും. അതിൻ്റെ അപ്പുറം വലുതുണ്ട് കൂടെ ഒന്നുമില്ലല്ലോ. അങ്ങനെ അത് വോട്ട് ചെയ്യാം. 200 കോടി ഉണ്ടെന്ന് പറയുന്നത് പിണറായിയുടെ കാര്യം. അതെ, ഇതൊക്കെ എവിടെ നിന്നുണ്ടായി? ഇതൊക്കെ എവിടെ നിന്നുണ്ടായി? അതിൽ കൂടുതൽ ഇവിടുത്തെ പിണറായിയുടെ അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലൊക്കെ ഓരോരുത്തരുണ്ടാവും. ഇവിടുത്തെ എല്ലാ പാർട്ടിക്കാരും ഉണ്ടാവും, മേക്ക കള്ളന്മാരുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ ഭരണിക്ക് ദേശഗുരുതിക്ക് അമ്മനെ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ കൊടി കയറി കഴിഞ്ഞ് വിജയമ്പലത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നമ്മൾ ദേശഗുരുതിരാന്ന് അവിടെ നിന്ന് എഴുന്നള്ളിച്ച് ഇവിടെ കൊണ്ടുവന്ന് നമ്മളവിടെ ചടങ്ങുകളോടി അമ്മനെ അവിടെ ഇരുത്തിയിട്ടാണ് ദേശഗുരുതി തുടങ്ങുന്നത്. ആ ദേശഗുരുതി 14 ദിവസം മാത്രമേ വർഷത്തിൽ ഒരിക്കൽ 14 ദിവസം പുറത്തേക്ക് ആ വിഗ്രഹം ഇറക്കുള്ളൂ. അത് കഴിഞ്ഞാൽ കൊല്ലത്തോടൊരു കൊല്ലം കെടാവിളക്കിലാണ് അകത്ത് അമ്മ പ്രത്യേകം പീഠത്തിലിരിക്കുന്നത്. അത് പൂർവികമായിട്ടുള്ള രാജഭരണകാലം തൊട്ടുള്ള വിഗ്രഹമാണ്. ഇവിടെ മണ്ണിൻ്റെ അധിപന്മാർ പുലയരാണ്, മണ്ണിൽ പണിയെടുക്കുന്നവർ പുലയനാണ്. പുലം എന്ന് പറയുന്ന നിലം, നിലത്ത് പണിയെടുക്കുന്ന ആരാ? പുലയൻ. ആ മണ്ണും പുലയനും നാഗവും മണ്ണിൻ്റെ അധിപന്മാരാണ്. നാഗം ആണ് ആദ്യം ഭൂമിയുടെ അധിപൻ, ശേഷം പുലയൻ. രണ്ടാളും മണ്ണിൻ്റെ അധിപന്മാരാണ്.
രണ്ട് ഇവിടുത്തെ ജന്മിത്തോ വലിയ വലിയ ആളുകളെല്ലാം മണ്ണിൻ്റെ അധിപന്മാർ ജീവിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയാണ്. ഞങ്ങൾ പൂജിച്ചാലേ നാഗങ്ങൾ കൈക്കൊള്ളുന്നുള്ളൂ. ഒരു മണ്ണാങ്കട്ടിലൂടെ നമ്മൾ നാഗപ്രതിഷ്ഠയും നാഗത്തിന് പൂജിക്കുകയും ഇതൊക്കെ ചെയ്തൊരാളാണ്. കൃത്യമായ പ്രതിഷ്ഠാനത്തോടു കൂടി കൃത്യമായ രീതിയിൽ വിദ്യാം മണ്ണൻ നാഗത്തിന് പൂജ ചെയ്താൽ ആര് പൂജ ചെയ്താലും നാഗം കൈക്കൊള്ളും. ഇത് അവര് കൈയടക്കി വെച്ചിരിക്കണം. എന്നുവെച്ചാൽ ജീവിക്കാൻ വേണ്ടി ഒരു കാലഘട്ടം വരുമ്പോൾ അത്താഴപ്പട്ടിണിയാവും മനകൾ. അതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആഢ്യങ്ങൾ പോയല്ലോ, ഓരോ മനയിലത്തെ നാട്ടിലെ കാര്യങ്ങൾ പോയല്ലോ, ഈ അടിമത്തം പോയല്ലോ. അപ്പോൾ പിന്നെ ജീവിക്കാൻ നാഗങ്ങളും മറ്റു ദേവതകളും വെച്ചാണ് ഇപ്പോൾ ഇവർ ജീവിക്കുന്നത്. ഇതെല്ലാം ആരുടേതാണ്? ഇവിടുത്തെ താഴ്ന്ന കുലജാതിക്കാരൻ്റെതാണ്. ഇവരുടെതെന്ന് പറയാൻ വേണ്ടി ഇവർക്ക് എന്താ ഉള്ളത്? ഇവരുടേതും ഉണ്ട് ഇവർ കൂടെ ഒന്നുമില്ല. ഒന്നാമത്തെ വിഷയം കാവ് തീണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീണ്ടുക എന്നാണ് പറയുക. ദാരികന്യമായിട്ടുള്ള യുദ്ധമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് കന്നാരക്കോലുകളും വാളുകളും എല്ലാവരും അലറി അട്ടഹസിച്ച് വെട്ടിച്ചോറ് ക്ഷേത്രത്തിന് ചുറ്റും അലറിക്കൊണ്ട് 3 പ്രാവശ്യം ഓടുന്നത്. ആ കാവ് തീണ്ടാൻ അനുമതി കൊടുക്കുന്ന വലിയ തമ്പുരാനാണ്. വലിയ തമ്പുരാൻ സ്ഥാനത്തറയുണ്ട്. കിഴക്കാൻ്റെ സ്ഥാനത്തറയിൽ വന്നിരുന്ന് തമ്പുരാൻ അതിൻ്റെതായ പൂജാതി കർമ്മത്തിന് വേണ്ടി കുട നിവർത്തി കഴിഞ്ഞാൽ ആദ്യം കാവ് തീണ്ടുന്ന പാലക്ക വേലനാണ്. വേലൻ കാവ് വേണ്ടി കഴിഞ്ഞാൽ പിന്നെ കോമരങ്ങൾ കാവ് തീണ്ട യുദ്ധമാണ്. പിന്നെ അത് യുദ്ധമായിട്ടാണ് അമ്മയും ദാരിദ്ര്യമുള്ള യുദ്ധം. അതാണ് കാവ് തീണ്ട്. കാവ് തീണ്ടി കഴിഞ്ഞാൽ അതോടെ ചെയ്യും 7 ദിവസം. ആ കാവ് വേണ്ടി നടടച്ച് പിന്നെ തള്ളുപടിയാണ്. പിന്നെ 7 ദിവസം തള്ളയ്ക്ക് ഇവിടെയാണ് പൂജകൾ നടക്കുന്നത്. രാത്രി കറക്റ്റ് 12 മണിക്ക് പച്ചമാംസം ചുട്ടമാംസം നെല്ല് വറുത്തടിച്ചത് അവിടെ 7 ദിവസം ഇരിക്കും. കള്ളും 7ൻ്റെ അന്ന് പ്രത്യേകം പൂജ. പണ്ട് കാലത്ത് ചടങ്ങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറയാൻ നമ്മളിവിടുത്തെ പൂജകളൊക്കെ കഴിയുമ്പോഴത്തേക്കും ശംഖു നടത്തും. അവിടെ ശംഖു നടത്തി കൊട്ടുബാധ്യത്തോടെ മേൽശാന്തി കൊടുങ്ങത്തമ്പുരാൻ ദേവസതിയായതടക്കം പുറക്കാവിലേക്ക് വരും. അപ്പോൾ വരുമ്പോൾ ഒരു വാൽക്കണ്ണാടി കൊണ്ടുവരും. അത് നമ്മൾ കളത്തിൽ വെച്ച് പൂജിച്ച് മേൽശാന്തിൻ്റെ അടുത്ത് കൊടുത്ത് കൊടുത്ത് കൊട്ടുബാധ്യത്തോട് വള്ളവനടക്കം അവൻ അവിടെ കൊണ്ടുപോയി ആക്കി നട തുറന്ന് എത്തി അവനവിടെ വെടി കാവിലൊരു വെച്ചു. അങ്ങനെയാണ്. ഇപ്പം അതല്ല. ഇപ്പം അവരവിടെ നിന്നിട്ട് ശംഖു നടത്തിയിട്ട് വരും. അവിടെ നിന്നിട്ട് ശംഖു നടത്തി 3 ലക്ഷം വിളക്ക് കാണിച്ച് അത് ഓർക്കണം ചെയ്യും. നമ്മൾ ഇവിടെ നിന്ന് അവിടെ ചെറിയൊരു എഴുന്നള്ളിപ്പ് നടത്തും. ആ എഴുന്നള്ളിപ്പ് വെച്ചപ്പോൾ രാത്രിയിലെ പൂജകളെല്ലാം കഴിഞ്ഞ് മുടക്കി നീത്യങ്ങളൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് തൃപ്തിപ്പെടുത്തി ഞങ്ങൾ വള്ളവനും പരിവാരങ്ങളും കൂടി ഇവിടെ നിന്ന് ശംഖു നടത്തി കുത്തുവിളക്കോടുകൂടി അങ്ങോട്ട് കൊണ്ടുപോകും. ആനയുടെ പരിപാടി ഒന്നുമില്ല. അതിനകത്ത് ഏറ്റവും പ്രധാനമാണ് തുടി. അറിയില്ലല്ലേ? ഏത് പൊടിയൊക്കെ നമ്പൂരി ആയാലും നമ്പൂരി തന്ത്രി ആയാലും വിളിച്ചാൽ അമ്മ ഉണരില്ല. പുലയൻ്റെ പോലെ തുടി കൊട്ടിയാൽ അമ്മ അപ്പം ഉണരും. എൻ്റെ ചെറുമക്കളുടെ തുടിയാണ് നമുക്ക്. അതാണ് പുലത്തുടിയാണ് കടന്ന് കണ്ടിട്ടുണ്ടോ?